വിനായകനൊക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുമ്പോൾ അവരൊക്കെ ഫോളോ ചെയ്യുന്ന കുറെ കുട്ടികളുണ്ട്. മുൻപ് നമ്മൾ ഈ തൊപ്പിയുടെ പല വീഡിയോകളെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടികൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച ചെയ്തിട്ടായിരുന്നു നമ്മൾ. പക്ഷെ തൊപ്പി ഒരുപാട് മാറി. ഇപ്പം തൊപ്പി കുറച്ചെന്നല്ല, ആ പഴയ കാലത്തെ കുറിച്ചൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് തൊപ്പി ഇപ്പോൾ. അന്ന് ചെയ്തതൊന്നും ശരിയല്ല. പക്ഷേ ഞാൻ അത് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. വിനായകനെ സംബന്ധിച്ചിടത്തോളം വിനായകന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുമ്പോൾ വിനായകനെ ഫോളോ ചെയ്യുന്ന ഇതേപോലെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അവർ ചിന്തിക്കും അതെന്താ അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 4 തെറിയും കൂട്ടിയിട്ട് അവരോട് അതിന് മറുപടി കൊടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. സാധാരണ ഇതിൽ വിനായകൻ ഇത്ര എഴുതാത്ത ഒരാളാണ്. വിനായകൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗൂഗിളിൽ എന്താണോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ടൈപ്പ് ഗൂഗിളിൽ ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു പതിവായിരുന്നു വിനായകന്. വിനായകൻ ഇപ്പോൾ എനിക്ക് സംശയം ഇത് ആരോ എഴുതി കൊടുത്തിട്ട് വിനായകൻ പോസ്റ്റ് ചെയ്യുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മൾ പറയേണ്ടി വരും. കാരണം വിനായകൻ ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു പതിവില്ലാത്തതാണ്. പിന്നെ വിനായകനെ സംബന്ധിച്ചിടത്തോളം വിനായകൻ വളർന്നു വന്ന ചുറ്റുപാട് വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കലാവും മണിച്ചേട്ടൻ്റെ പറഞ്ഞതുപോലെ വളരെ കഷ്ടപ്പെട്ട സിനിമയിലേക്ക് എത്തിയ ഒരാളാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ പഴയ വിനായകൻ അവാർഡ് കിട്ടിയ സമയത്ത് പത്രസമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേട്ടൻ? അന്ന് അവാർഡ് കിട്ടിയ സമയത്ത് അന്ന് മാധ്യമപ്രവർത്തകർ പറയാണ് അമ്മയുടെ വായിൽ ഒരു ലഡു വെച്ച് കൊടുക്കും, അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും പറഞ്ഞപ്പോൾ എനിക്ക് സൗകര്യം ഇല്ല എന്നാണ് വിനായകൻ പറഞ്ഞത്. അപ്പോൾ അതിന് വിനായകൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ പറഞ്ഞത് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ടിന് ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യേണ്ട ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ അത് ശരിയല്ലേ? നിങ്ങൾക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ചെയ്യാത്തൊരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വിനായകൻ്റെതായ ശരികളുണ്ട്. വിനായകന്റെ കണ്ണിൽ ആ ശരികൾ അത് മാത്രമേ ഉള്ളൂ. വിനായകന്റെ ശരികൾ ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഒരു ജീവിതത്തിൽ എന്താണോ അത് മറ്റുള്ളവരിലേക്ക് കാണുന്നു. മറ്റു ചിലർ ഈ പറഞ്ഞതുപോലെ ചില ഇമേജിന് വേണ്ടി ചില കാര്യങ്ങൾ മൂടി വയ്ക്കുന്നു. വിനായകനെല്ലാം തുറന്നു പറയുന്നു എന്നുള്ളതാണ് വിനായകൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ഒരല്പം കൂടിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.